തുലുമ ഇനി മുതൽ ഇതാണ് തുലുമയിലെ റൂം. ഇല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാമോ, ഞാൻ മേഘടുത്ത് പറഞ്ഞ് മേഘ റൂം സെറ്റ് ചെയ്താലോ എന്ന് വെച്ചാൽ മേഘ പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ പകുതി തരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി. ഇതൊക്കെയാണ് നമ്മളൊരു പാർട്ട്ണറിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കയറാം. തുലുമ ഉദ്ഘാടനം ചെയ്യും. ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയാണ്, തുലുമ ഹാപ്പിയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ റൂം ഒന്ന് ഫുൾ അഴിച്ചു പണിയായിരുന്നു. അങ്ങനെ ഒരാഴ്ച മേഘ ആ സമയം അവളുടെ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ വീട് ഫുള്ള് നല്ല പൊടിയായിരുന്നു പണിയൊക്കെ ആയിട്ട്. അപ്പോൾ മേഘ എനിക്ക് ഒന്ന് ഈസ്റ്ററിൻ്റെ എന്നൊക്കെ ട്രിപ്പൊക്കെ പോയി, ആലപ്പുഴ ട്രിപ്പൊക്കെ പോയി. ഞാൻ അന്നും ജോലിക്കാരെ വെച്ച് അവിടെ ജോലിയൊക്കെ ചെയ്യുകയായിരുന്നു. ഫുൾ പൊടി, നല്ല പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഫുൾ പൊടിയൊക്കെ അടിച്ച് അതിനെല്ലാം ക്ലീൻ ചെയ്തവർ വരുമ്പോഴത്തേക്ക് സെറ്റ് ആവണമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ മേഘയുടെ അമ്മൂമ്മ ഹായ് അമ്മൂമ്മ. അമ്മമ്മ അവിടെ എനിക്ക് അമ്മമ്മക്ക് ട്രിപ്പൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ഈസ്റ്ററിന് ആലപ്പുഴയൊക്കെ. തുലുമ തുലുമ ഇനി റൂമിൽ ചെന്ന് കയറുമ്പോൾ ആരെ വീടെന്ന് വിചാരിക്കുമല്ലോ. കാരണം എല്ലാം ഭയങ്കര ഡിഫറൻസ് ആയി കേട്ടോ. പഴയതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന എന്തുകൊണ്ട് നേരത്തെ ഞാൻ ഇത് ചെയ്തില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. മേഘ എനിക്ക് തോന്നുന്നു ഡിസൈൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളറിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോവാം തുലുമ, പോവാം. അമ്മമ്മ ടാറ്റ. അതുപോലെ തന്നെ മേഘ ഈ വീടിനോട് വിട പറയാണ് കേട്ടോ. ഈ വീടിനോട് 2 ദിവസം കഴിയുമ്പോൾ വിട പറയും. ഇപ്പോൾ ഉള്ള എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് 300 മീറ്റർ അപ്പുറത്താണ് മേഘയുടെ യഥാർത്ഥ വീട്. ഇതിപ്പോൾ റീസെൻ്റ്ലി അവർ മേടിച്ചതാണ്. ഇനിയിപ്പോൾ ആ വീട്ടിലോട്ടായിരിക്കും ഇനി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എളുപ്പമാണ് മേഘ കൊച്ചിനെ വീട്ടിൽ കൊടുത്തിട്ട് പോകാനൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ എൻ്റെ വീടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ പഴയ കർട്ടനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ ഹാളിൽ, അതായത് മുകളിലത്തെ ഹാളിൽ സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനും ഇപ്പോൾ മേക്ക് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ കണ്ടന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കാനായിട്ട് ഞാൻ ഈ കർട്ടൻ ഇവിടെ യൂസ് ചെയ്തു. കാരണം പഴയത് ഇതുപോലെ തുറന്നു വരുന്നത് കിടന്നു. അപ്പോൾ ഒരു കർട്ടൻ മാറുമ്പം തന്നെ അവിടുത്തെ ഒരു ഭംഗി ഫുള്ളോടുകൂടി ചേഞ്ചായി. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ ലൈറ്റ് ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഈ സാധനം കത്തുന്നില്ല, മെയിനായിട്ടുള്ള സാധനം കത്തുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അവസാനം ഇവിടെ ഇലക്ട്രീഷ്യൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കൊടുത്തിട്ടാണ് സാധനം ചെയ്തത്. ഈ ഒരു ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം എന്തെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് മേക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു അയൺ ബോക്സും ഇപ്പോൾ പുതിയ റീസെൻ്റ്ലി മേടിച്ചാണ് ഈ സംഭവം. അയൺ ബോക്സ് അല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ അയൺ ബോക്സിന് വരെ യൂസ് ചെയ്യുന്ന, നമുക്ക് കൈ അധികം പൊള്ളത്തൊന്നുമില്ല, അങ്ങനത്തെ വലിയ പേടിയൊന്നുമില്ല. മറ്റെന്തെങ്കിലും കറയാവുന്ന അങ്ങനത്തെ ഒരു പേടിയില്ല. തുലുമ ഇനി മുതൽ ഇതാണ് തുലുമയിലെ റൂം. ഇവർക്ക് ഭയങ്കര ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്കവാറും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് എൻ്റെ പഴയ സെറ്റപ്പ് എങ്ങനെയാണെന്ന് കണ്ടു നോക്ക്. ചിലപ്പം പുതുതായിട്ട് കാണുന്ന ആർക്കും മനസ്സിലാവില്ല. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു വരുമ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. എക്സൈറ്റഡ് കുറച്ച് കാര്യം, പക്ഷേ കളർ ചേഞ്ച് ചെയ്ത് മേക്ക് അറിയത്തില്ല. നമുക്ക് അകത്തോട്ട് കയറാം. ഇന്ന് നമ്മുടെ റൂം വാമിംഗ് ആണ്. ഹൗസ് വാമിംഗ് അല്ല, ഹൗസ് വാമിംഗ് എടുക്കും നമ്മൾ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്ക് വയ്ക്കുമായിരിക്കും. റൂം വാമിംഗ് ആണ്, അതായത് നമ്മളുടെ ചെറിയൊരു സ്റ്റെപ്പാണ്. ഇല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാമോ, ഞാൻ മേഘടുത്ത് പറഞ്ഞ് മേഘ ഏകദേശം നമുക്കൊരു 1.5 ലക്ഷം രൂപയാവും റൂം സെറ്റ് ചെയ്താലോ എന്ന് വെച്ചപ്പോൾ മേഘ പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ പകുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി. കാരണം മേഘ ഞാൻ പകുതി ഷെയർ ചെയ്യാൻ ചേട്ടാ എന്ന് പറയാം. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഇതൊക്കെയാണ് നമ്മളൊരു പാർട്ട്ണറിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തൊരു കാര്യം കൂടെ നിൽക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു മേഘ. നമുക്ക് കയറാം. തുലുമ ഉദ്ഘാടനം ചെയ്യും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? തുലും വന്നപ്പോൾ അടുത്ത ഭാഗ്യം റൂമൊക്കെ സെറ്റ് ചെയ്തു. മേഘ ലൈഫിൽ വന്നപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ചേഞ്ചായി. തുലും വന്നപ്പോൾ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളിൽ ഭാഗ്യം ഉണ്ടായി. രണ്ടുപേരും ഭാഗ്യമുള്ള ആൾക്കാരാണ് എനിക്ക്. തുലുമയുടെ ബെഡ് ഇതാണ് കേട്ടോ. ബെഡ് ഓൾറെഡി എൻ്റെ നേരത്തെ കല്യാണ ടൈം മേടിച്ചത് കൊണ്ട് അതിന് പിന്നെ എൻ്റെ പ്രത്യേകിച്ച് ക്യാഷ് ആയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ?
ഹാപ്പിയാണ്, തുലുമ ഹാപ്പിയാണ്. ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് അരവിന്ദാണ്, ഒരു ക്രിയേറ്ററാണ് അവനും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കുട്ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പോലെ തന്നെ കോണ്ടന്റ് റീൽ ചെയ്യുന്ന ഓണറാണ് അരവിന്ദ്. അവനാണ് ഈ ഡിസൈൻ ചെയ്തത്. പക്ഷെ എനിക്ക് ലേറ്റ് ആയിട്ടാണ് അറിയാന്നുള്ളത് അവർ ഇന്റീരിയർ ഡിസൈൻ ആണെന്നുള്ള സംഭവം. അപ്പോൾ അവൻ്റെ കൊടുത്തപ്പോൾ അവൻ എനിക്കൊരു ഡിസൈൻ ചെയ്ത് തന്നായിരുന്നു. ബഹളം ഉണ്ടാക്കല്ലേ തുലുമ നീ. അവൻ എനിക്ക് ആദ്യം ചെയ്തു തന്ന ഡിസൈനാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് തന്നത്. ഇതാണ് എൻ്റെ ഡിസൈൻ. ഇതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഇവിടുത്തെ ഈ കളറ് ഒരു ഗ്രീൻ കണക്കുള്ള കളറാക്കി, ഒരു മാറ്റ് ഗ്രീൻ പോലത്തെ സംഭവം. അതും ഈ സാധനം അങ്ങനെ മാറ്റിയതാണ്. ഞാനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടുത്തെ ഈ കളർ കണ്ടപ്പോഴാണ് ഇവിടെ ഈ കളർ കൊടുത്താൽ കൊള്ളാമെന്നുള്ള തോന്നിയത്. ഭയങ്കര ഓക്കെ നീ ആലംബിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ പഴയ റൂമാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അത് കിടക്കുമ്പോഴത്തേക്ക് അയ്യോ വേറെ ഏതോ റൂമിലാണോ കിടക്കുന്നത് എന്നുള്ള സംഭവം. അതെ അതെ, ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അതെ, ചേഞ്ച് ഇങ്ങനെ ഇത്രയും വലിയൊരു ചേഞ്ച് ആവും. കാരണം ഇപ്പൊ നോക്കി കുറച്ചൊരു സ്പേസ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പർ സൈഡ്. മറ്റത് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഇട്ടിരുന്നത്, കട്ടിലൊക്കെ കിടന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ കിട്ടപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്. ഇപ്പം മേക്ക് വീഡിയോ ചെയ്യാൻ കണക്കിന് ഇവിടെ ഒരു മിററും പിന്നെ അതിൻ്റെ ഒരു ചെയർ പോലത്തെ ഒരു സാധനവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനമൊക്കെ നമ്മൾ ആക്കുളം പോകുന്ന അവിടെ എയർഫോഴ്സ് റോഡിലുള്ള അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനത്തെ ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ മേടിച്ചത്. പിന്നെ നമ്മൾ വേറെ ചേഞ്ച് ഇവിടെ വരുത്തിയെന്ന് വെച്ചാൽ AC ഒക്കെ ഏകദേശം ഇതൊരു 5 അതിൽ കൂടുതൽ വരും. 5 6 7 വർഷം ഒനിയുടെ കമ്പനിയാണ്. അന്ന് വീട്ടിൽ അടിയുണ്ടാക്കി അമ്മയെ കൊണ്ട് മേടിപ്പിച്ചതാണ്. അന്ന് ഏറ്റവും കുറഞ്ഞൊരു മോഡലാണ്. പക്ഷെ അത് ഇത്രയും വർഷമായിട്ട് വേറെ കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇനി പറഞ്ഞെങ്കിലേ ഉള്ളൂ. ഇന്ന് പറഞ്ഞതിന് ശേഷം TV ചേഞ്ച് ചെയ്ത കേട്ടോ. TV നമ്മൾ മൈജി എന്നാണ് മേടിച്ചത്. 55 ഇഞ്ചിന്റെ സാംസങ്ങിന്റെ TV ആണ്. പിന്നെ ഈ ബോക്സ് ഒക്കെ ഓൾറെഡി ബോട്ട് എൻ്റെ ഉണ്ടായിരുന്നു, പ്ലേ സ്റ്റേഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാൽ എനിക്ക് TV യൂണിറ്റ് വേണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിറ്റ് അല്ല, അവൻ പറഞ്ഞു 55 ഇഞ്ച് TV വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 55 ഇഞ്ച് നമ്മൾ മേടിച്ച് പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിയുമ്പോൾ സെറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്പൈഡർമാൻ്റെ ഞാൻ ഇവരെ ഇപ്പോഴാണ് എൻ്റെ കെയർ ചെയ്തിട്ട് ഉൾക്കാരണമെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ കയറി കിടന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ ഇല്ലേ, ഈ ലൈറ്റൊക്കെ വന്നതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെട്ടത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വന്നതിന് ശേഷം പുറത്ത് ഹോളുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു വെട്ടത്തിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായോ. ഒരു ഒട്ടും വെട്ടമില്ലാത്ത ഫീൽ ചെയ്യും ഇവിടെ കഴിഞ്ഞപ്പോൾ. പക്ഷെ നേരെ തിരിച്ച് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര വെട്ടമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഈ LED ലൈറ്റിൽ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇതിന് ഒരു പുള്ളി പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം കറണ്ട് വലിക്കുമെന്നാണ് പറഞ്ഞത്. കർട്ടൻ നമ്മളിത് റോമൻ കർട്ടനാണ് മേടിച്ചത്. ഇത് ഏകദേശം 9,000 സംതിങ് ആയി കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 19.5 12.5 ടോട്ടൽ 33 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പൊ ഇതൊക്കെ വരുമ്പം റൂമിന്റെ ഒരു പ്രത്യേക ലുക്കാവും. നീ പോയിട്ട് വന്നപ്പോൾ റൂമല്ല ഇത്. ഇത്രയും പൈസ ചെലവാക്കിയതിൽ എന്തെങ്കിലും ഇത്ര അടിപൊളിയാവും വിചാരിച്ചില്ല. പക്ഷെ അതില് കണ്ടപ്പോ പോലും ഇത്ര ഒരു നമ്മള് നേരിട്ട് കാണുന്നതിന്റെ ഒരു ഭംഗിയില്ലേ, അത് വേറെ. അതെ തന്നെ. പക്ഷെ നമ്മള് അതിൽ കാണുമ്പോ ഓക്കെ വൃത്തിയായോ എന്നുള്ള സംഭവം അറിയാം. പിന്നെ ഫ്രണ്ട്സിന്റെ ഒരു വീട്ടിൽ ഇത് കണക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കറിയാം ഏകദേശം എങ്ങനെയായിരിക്കും പറഞ്ഞതെന്നുള്ള സംഭവം. പിന്നെ പക്ഷേ നമ്മളെ റൂം ചെയ്തപ്പോ ഈ ഒരു റൂമിന്റെ അകത്ത് ഇരിക്കുമ്പോ അയ്യോ നമ്മളിനി പുതിയ വീട് വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഇരിക്കുന്ന പോലെ അങ്ങനെ ഏകദേശം എനിക്ക് 1.5 ലക്ഷം രൂപയായി. എനിക്കൊരു ബെഡും കൂടി വരുമ്പോഴത്തേ അത് വേറെ റേറ്റാണ്. അല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയായിട്ടുണ്ട് സാധനം ഇതെല്ലാം ചെയ്യാനായിട്ട്. ബാത്റൂം TV വാങ്ങിച്ചപ്പോ കുറച്ചും കൂടി ഒന്ന് വലുതായി സാധനം. പിന്നെ ഓൾറെഡി നമ്മളൊരു ബോക്സും കാര്യങ്ങളും ഡെക്കർ ഐറ്റംസ് ഒക്കെ വന്നപ്പോ കൊള്ളാം. നമുക്കൊരു ഡൗട്ട് ആയിരുന്നു ഡെക്കർ വാങ്ങിയപ്പോ അല്ലേ കറക്റ്റ് ഇവിടെയൊക്കെ എന്തൊക്കെ വാങ്ങുന്നു. കാരണം ഫസ്റ്റ് ടൈം അല്ലേ നമ്മള് രണ്ടാളും ഡെക്കർ ചെയ്തിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഡെക്കർ ഐറ്റംസ് പിന്നെ അത് പണ്ട് നമ്മൾ മറ്റേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഡെക്കർ ഐറ്റംസ് വാങ്ങിച്ചാൽ അങ്ങോട്ടും. പിന്നെ എനിക്ക് പിന്നെ മറ്റേ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമല്ലോ, നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. നമ്മളെ റൂമിൽ ഇങ്ങനെയൊക്കെ വയ്ക്കും. പക്ഷെ ഇത്രയും കാലം വയ്ക്കാൻ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ പറയണം. നമുക്ക് ഇതുണ്ട് ലൈറ്റ് കണ്ടത് ഭയങ്കര ഇഷ്ടമാണ്. തുലുമ കീപ് ക്വയറ്റ്, കീപ് ക്വയറ്റ്. നമ്മളൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വന്ന് നമ്മൾ റൂമിൽ കയറുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സമാധാനം വേണ്ടത്. അപ്പോൾ ആ റൂമിനെ നമ്മൾ അത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പീസ്ഫുൾ ആയി. ഞാൻ ഇപ്പൊ എനിക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ വന്ന് കിടന്നു ഉറങ്ങി. ഇത്ര നാളെ ഞാൻ സോഫയിലായിരുന്നു അവിടെ കിടന്ന് പണിയെടുത്ത സമയത്തൊക്കെ. എന്നിട്ട് ഞാൻ വന്ന് റൂമിൽ കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. അതായത് എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങി.
അടുത്ത ദിവസം 1 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഒരു കംഫർട്ട് ആയിരുന്നു, ഒരു ഭയങ്കര സുഖമായിരുന്നു കിടന്ന് ഉറങ്ങാനായിരുന്നാലും. ഒരു പുതിയ റൂമിൽ ചെന്ന് ഇങ്ങനെ കയറുമ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ അടിപൊളി. നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്. എക്സ്ട്രാ ലൈറ്റും ആഡ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതാകുമ്പോൾ എനിക്ക് ഇവിടെ കിടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. അതിലെങ്കിലും പറ്റില്ല. ഇത് ഓരോന്നും ചെയ്തേക്കുന്ന ഓരോ ആൾക്കാരാണ്. ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അരവിന്ദാണ്. പിന്നെ ബാക്കി ഈ ഇതിന്റെ പണിയെല്ലാം അരവിന്ദിന്റെ ആൾക്കാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ പെയിന്റിങ് എന്റെ കസിനാണ്, അജിത്ത് എന്ന് പറഞ്ഞ എന്റെ കസിനാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, നമ്മൾ മറ്റേ പറക്കാട്ട് റിസോർട്ടിൽ പോയപ്പോൾ ഉള്ള എന്റെ കസിനുണ്ട്, അവൻ പെയിന്റിന്റെ കോൺട്രാക്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ പെയിന്റിന്റെ കോൺട്രാക്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭത്തിൽ നമുക്ക് ചെയ്തു തരും. ഞാൻ ഇപ്പോൾ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ അവനാണ് ഇതെല്ലാം ചെയ്തു തന്നത്. ഇതെല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 പുട്ടി ഇടണമായിരുന്നു. അങ്ങനെ പുട്ടിയിട്ട് എല്ലാം ചെയ്ത് ഏകദേശം 2 ദിവസം കൊണ്ട് സാധനങ്ങളെല്ലാം പരിപാടി ടക്കിന് തീർത്തുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 5 ദിവസം കൊണ്ടാണ് ഇതിന്റെ ഫുൾ പരിപാടി തീർന്നത് കേട്ടോ. 5 ദിവസം. കളർ തീമും അടിപൊളി കളർ. അത് അവൻ അജിത്ത് അത് സംഭവം അല്ല ഓൾറെഡി അവൻ പറഞ്ഞു. അപ്പൊ കളർ പിന്നെ അജിത്ത് ഗ്ലാസ് ലുക്ക് ആയിട്ടുണ്ടല്ലേ, നമ്മൾ നോർമലി കാണുന്ന ഒരു ഇതല്ല. പിന്നെ ജിത്തുവും പിന്നെ അരവിന്ദും കൂടി പിന്നെ മിക്സ് ചെയ്താണ് പിന്നെ ഈ ഒരു കളർ അങ്ങനെ എത്തിയത്. പക്ഷെ കൊള്ളാം, അടിപൊളി. ഞാൻ പിന്നെ പറഞ്ഞില്ല, AC അത് അങ്ങനെ തന്നെ വേറെ കംപ്ലൈന്റ് ഇല്ല, ഫുൾ ക്ലീൻ ചെയ്തു. അത്രയൊക്കെയാണ് ഇവിടെ റൂമിൽ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് കബോർഡ് ആഡ് ചെയ്ത്, കാരണം നമുക്ക് ഇപ്പം എൻ്റെ അലമാര ഒക്കെ പുറത്താണ് വെച്ചേക്കുന്നത്. അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, അടിച്ചോണ്ട് പോകാനും ഡോക്യുമെന്റ്സും മെയിൻ ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അങ്ങനെ റൂമും ഗൈസ് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ തന്നെയാണ് ഇതൊക്കെ നിന്ന് സൂപ്പർവൈസർ ആയിരുന്നു വിജയ്. കാരണം നമ്മള് ഒരാഴ്ച അവിടുത്തെ ക്രിയേറ്റർ സ്ക്വാഡിന്റെ കളിയും പൊള്ളാച്ചിയിലെ കളിയും കഴിഞ്ഞ് വരുമ്പോൾ വീട് വൃത്തിയായി സെറ്റ് ആയിരിക്കും എന്നുള്ളായിരുന്നു എൻ്റെ ഇത്. അപ്പം അവിടെ വെച്ച് പകുതിക്ക് പൊള്ളാച്ചിയിലെ കളി നിന്നു. എന്ന സമയത്ത് ഞാൻ ബിജോയ് ഇവന് എറണാകുളത്ത് പറഞ്ഞ ബിജോയ് ഇവിടെ വേറെ ആരും ഇല്ല, ഒന്ന് നിന്ന് നോക്കണേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെറുക്കൻ ഫുൾ ടൈം ഇവിടെ ഹിന്ദിക്കാരന്മാരുടെ കഥയും പറഞ്ഞു പോയി. ഓരോരുത്തരും അവരൊരാളിൽ നിന്ന് പിന്നെ അതുപോലെ അപ്പോഴപ്പോഴും ഹിന്ദിക്കാരന്മാരെ വിളിച്ചോണ്ട് ഒരു പണിക്ക് ചുമ്മാ ഈ കൂട്ടത്തില് കുറച്ചെങ്കിലും ഹിന്ദി അല്പം മനസ്സിലാവണം എനിക്കാണ്. അനീഷാട്ട ഉണ്ടെങ്കിൽ പുള്ളി ഡീൽ ചെയ്യും. ഇവ സംസാരിച്ചോണ്ട് തന്നെ കുറച്ച് പൈസ ആ വഴിക്ക് അങ്ങ് പോയി. എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ എല്ലാ സാധനവും പോയി മേടിച്ചതും കാര്യങ്ങളും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിപ്പം ഒരു റൂമിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഭയങ്കര ലാഭം പിടിക്കാൻ പറ്റില്ല. നമ്മളൊരു വീടിന് ഫുള്ളായിട്ട് എടുക്കുമ്പോഴേ നമുക്ക് കുറെ കാര്യത്തിൽ ലാഭം പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നോക്കി ഇപ്പോൾ സാധനം എടുത്തു കൊടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണതുകൊണ്ടും 5-6 ദിവസം പറഞ്ഞിരുന്നു. ആദ്യം 14 ദിവസം പറഞ്ഞു. അപ്പൊ അവിടുത്തെ മെയിൻ ആയിട്ട് വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് തീർത്ത് തരാന്ന്. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്ര അടിപൊളിയാക്കി തന്നതിന്. ഇല്ല, ഒരു പഴയ റൂമിന്റെ ഫീൽ അറിയണമെങ്കിൽ എന്റെ അപ്പുറത്തെ അനിയന്റെ റൂമിൽ പോകണം എങ്കിലേ കേട്ടുള്ളൂ. പക്ഷെ എന്നെ ഭയങ്കര സന്തോഷമായി. നിന്റെ അനിയത്തിയൊക്കെ ഇനി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കേട്ടോ. തൂലുമ്മ ഞെട്ടിയില്ലേ? തൂലുമ്മ എന്തേലും ടേസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം ഇവിടെ വെച്ചാൽ ഓക്കെയാണ്. അതെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും നമ്മുടെ ഈ റൂം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കും ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഒരു പുതിയ വീട്ടിൽ ചെന്ന് കയറിയ ഫീൽ തന്നെയാണ്. ഇനി ഭാവിയില് അതെ പറഞ്ഞത് പുതിയ വീട് വെക്കണമെന്ന്. അപ്പൊ പുതിയ വീടൊക്കെ വെച്ച് ഇതൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. എല്ലാവരുടെയും ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അവരുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെക്കണം എന്നുള്ള. അപ്പൊ ഒരു റൂം വെച്ചപ്പോൾ നമുക്ക് ഈ സന്തോഷമായി. റൂം ജസ്റ്റ് ഒന്ന് റിന്യൂ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇത്ര സന്തോഷമാണ്. ഇപ്പൊ ഒരു വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. തോലുമയ്ക്ക് ഏറ്റവും സന്തോഷമാണ്. ഇനിയിപ്പോ ഇതിൽ ആർട്ട് വർക്ക് ചെയ്യാലോ. 2 വർഷം കഴിയുമ്പോൾ ഇവിടെ വേറെ ഇന്റീരിയർ വർക്ക് ആയിരിക്കും പുള്ളിക്കാരി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ റൂമിൽ വന്നിരിക്കണമെങ്കിൽ ഭയങ്കര സമാധാനമാണ്. ഒരു സന്തോഷമുള്ള ഒരു കാര്യം ലൈഫിൽ ചെയ്യാൻ പറ്റി. ഇനി അടുത്തൊരു വീടും കൂടി വെച്ച് കഴിഞ്ഞാൽ മേരിയും തൂലുമയൊക്കെ സേഫാണ്. എപ്പോഴും സേഫാണ്, എങ്കിലും അത് കുറച്ചും കൂടി സേഫായി. അത് വെക്കുന്നത് ചിലപ്പം തൊട്ട് വീടിന്റെ ബാക്കിലായിരിക്കും. ആ സ്ഥലത്താണ് കേട്ടോ വീടൊക്കെ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ വർക്കിലും എല്ലാ കാര്യത്തിലായിരുന്നാലും. താങ്ക് യു അരവിന്ദ് ആൻഡ് മേഘ, താങ്ക് യു ആദ്യമായിട്ട് എന്നെ ഈ ഒരു സാധനം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ഗൈസ്, ലവ് യു.